നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ FA കപ്പ് സെമി ഫൈനൽ പോരാട്ടത്തിൽ ലോവർ ഡിവിഷൻ ക്ലബ്ബായ കോവൻട്രിയോട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഷ്ടിച്ചാണ് വിജയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ച് കയറിയത്. അതിനുശേഷം ബ്രസീലിയൻ സൂപ്പർ താരമായ ആന്റണി നടത്തിയ ഒരു സെലിബ്രേഷൻ വലിയ രൂപത്തിൽ വിവാദമായി. അതായത് കോവൻട്രി താരങ്ങൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ചെവിക്ക് പിറകിൽ കൈവച്ചുകൊണ്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു ആന്റണി നടത്തിയിരുന്നത്. ഇത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായി. ആന്റണി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു വിവാദങ്ങളാണ് അധികരിച്ചിട്ടുള്ളത്. ഒരു ലോവർ ഡിവിഷൻ ക്ലബിനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം ഷോ ഓഫുകളുടെ കാര്യമില്ല, പ്രസക്തിയില്ല എന്നൊക്കെ ആയിരുന്നു പലരും അഭിപ്രായപ്പെട്ടിരുന്നത്. ആന്റണിയുടെ സെലിബ്രേഷൻ അത് എതിരാളികൾ പ്രകോപിപ്പിച്ചത് കൊണ്ട് സംഭവിച്ചതാണെന്നും എന്നാൽ ആന്റണി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻ ഹാഗ് പറഞ്ഞിരുന്നു. ഇന്നലത്തെ പ്രസ് കോൺഫറൻസിലായിരുന്നു ഇതേക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം യുണൈറ്റഡ് പരിശീലകൻ നടത്തിയത്. എന്നാൽ തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ ആന്റണി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ക്ലബിനും ആരാധകർക്കും വേണ്ടിയാണ് താൻ ആ സെലിബ്രേഷൻ നടത്തിയത് എന്നാണ് ആന്റണി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് കോവൻട്രി സെമി ഫൈനലിൽ ഇടം നേടിയത് എന്നത് അവരുടെ പ്രകടനത്തിലൂടെ അവർ തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആരാധകർക്ക് വേണ്ടിയാണ് ഈ ഫൈനലിൽ ഞങ്ങൾ സ്ഥാനം നേടിയെടുത്തിട്ടുള്ളത്. അവരുടെ താരങ്ങൾ ഞങ്ങളുടെ ആരാധകരെ ട്രീറ്റ് ചെയ്ത രീതി ഒരിക്കലും നല്ലതായിരുന്നില്ല. ഞാനാണെങ്കിൽ ആ ഒരു നിമിഷത്തിന്റെ ചൂടിലായിരുന്നു. ആ പ്രകോപനങ്ങളോടാണ് ഞാൻ സ്വാഭാവികമായ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളത്. എൻ്റെ ക്ലബിന്റെ നാച്ചുറലായ ഡിഫൻസ് രീതിയിലാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. ഇതാണ് ബ്രസീലിയൻ താരമായ ആന്റണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വലിയ വിമർശനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഏൽക്കേണ്ടി വരുന്നുണ്ട്. FA കപ്പ് ഫൈനലിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികൾ. സിറ്റിയെ മറികടന്നുകൊണ്ട് ഈ ഒരു കിരീടം സ്വന്തമാക്കുക എന്നത് നിലവിലെ അവസ്ഥയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.